ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നീ പോയിട്ട് വരുമ്പോൾ കുറച്ച് പഞ്ചസാര കൊണ്ടുപോവാ. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നീ പോയി വരുമ്പോൾ കുറച്ച് പഞ്ചസാര കൊണ്ടുപോവാ എന്ന് വെച്ചാൽ നീ തിരിച്ചു വരുമ്പോൾ കുറച്ച് പഞ്ചസാര കൊണ്ടുപോവാ അന്ന് സെയിം ആണ് കേട്ടോ. പോയിട്ട് വരുമ്പോൾ എന്ന് ഉദ്ദേശിച്ചത് നീ തിരിച്ചു വരുമ്പോൾ എന്നുള്ളത് തന്നെ കേട്ടോ. രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറഞ്ഞു നോക്കാം. When you come back, bring some sugar. When you come back, bring some sugar എന്നതാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഓക്കെ, വെൻ എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? എപ്പോൾ അല്ലെങ്കിൽ അപ്പോൾ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ ഉപയോഗിക്കുന്നത് കേട്ടോ. വെൻ യു കം ബാക്ക്, നീ തിരിച്ചു വരുമ്പോൾ, നീ കം വരിക, ബാക്കിലോട്ട് വരിക എന്ന് വെച്ചാൽ തിരിച്ചു വരിക. ബാക്കിലോട്ട് വരിക നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ, തിരിച്ചു വരിക. ഓക്കെ, വെൻ യു കം ബാക്ക്, നീ തിരിച്ചു വരുമ്പോൾ. ഓക്കെ, വെന്നിൻ്റെ മീനിങ് കിട്ടിയില്ലേ? വരുമ്പോൾ. ഓക്കെ, വെൻ യു കം ബാക്ക്. ഇനിയോ കുറച്ച് പഞ്ചസാര കൊണ്ടുവരണം എന്നാലേ പറഞ്ഞത്. അപ്പോൾ കൊണ്ടുവരിക എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ബ്രിങ് എന്നാണ് അല്ലേ. ബ്രിങ് എന്ന് വെച്ചാൽ എന്താണ്? കൊണ്ടുവരിക. ബ്രിങ് സം ഷുഗർ, കുറച്ച് പഞ്ചസാര. കിട്ടിയില്ലേ? അടുത്ത സെൻറ്റൻസ് പറഞ്ഞു നോക്കാം. വെൻ യു കം ബാക്ക്, ബ്രിങ് സം വെജിറ്റബിൾസ്. നീ തിരിച്ചു വരുമ്പോൾ കുറച്ച് പച്ചക്കറികൾ കൊണ്ടുപോവാ. എങ്ങനെ പറഞ്ഞത്? വെൻ യു കം ബാക്ക്, ബ്രിങ് സം വെജിറ്റബിൾസ്. വെൻ യു കം ബാക്ക്, ബ്രിങ് സം ബേക്കറി ഐറ്റംസ്. വെൻ യു കം ബാക്ക്, ബ്രിങ് സം ഫ്രൂട്ട്സ്. ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. കിട്ടിയില്ലേ? അപ്പം തിരിച്ചു വരുമ്പോൾ എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്ത്? കം ബാക്ക് തിരിച്ചു വരിക. വെൻ യു കം ബാക്ക്, നീ തിരിച്ചു വരുമ്പോൾ. ഓക്കെ, വെൻ യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ വരുമ്പോൾ എന്നുള്ള മീനിങ് കിട്ടിയത് കേട്ടോ. നീ എപ്പോഴാ തിരിച്ചു വരിക എന്നുള്ളത് എങ്ങനെയാ ചോദിക്കാം? നീ എപ്പോഴാ തിരിച്ചു വരിക? വെൻ വിൽ യു കം ബാക്ക് എന്നാ ചോദിക്കുക കേട്ടോ. നീ എപ്പോഴാ തിരിച്ചു വരിക? ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നീ എപ്പോഴാ തിരിച്ചു വരിക? വെൻ വിൽ യു കം ബാക്ക്. വെൻ എപ്പോൾ. വിൽ യു കം ബാക്ക്, നീ തിരിച്ചു വരിക. എപ്പോഴാ തിരിച്ചു വരിക? വെൻ വിൽ യു ഗോ, നീ എപ്പോഴാ പോകുക? വെൻ വിൽ യു ഗോ, നീ എപ്പോഴാ പോകുക? ഭാവിയിൽ പോകുന്ന കാര്യങ്ങളാട്ടോ. ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിൽ എന്നുള്ള ഓക്സിലറി വെർബ് യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. വെൻ വിൽ യു ഗോ, നീ എപ്പോഴാ പോവുക? വെൻ വിൽ യു ഡു, നീ എപ്പോഴാ ചെയ്യുക? വെൻ വിൽ യു കം, നീ എപ്പോഴാ വരിക? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, പെട്ടെന്ന് വരണം എന്നുള്ളതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പെട്ടെന്ന് വരണം, കം സൂൺ. ഇനിയോ പെട്ടെന്ന് തിരിച്ചു വരണം എന്നാണെങ്കിലോ കം ബാക്ക് സൂൺ എന്നാട്ടോ പറയാ. കം ബാക്ക് സൂൺ. ഇനി പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് എങ്ങനെയാണ് നമ്മൾ പറയാ? ഗോ ആൻഡ് കം ബാക്ക് സൂൺ. ഓക്കെ, ഇനി നമുക്ക് ഭയങ്കര ഇൻഫോർമലായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഗോ ആൻഡ് ബാക്ക് സൂൺ എന്ന് നമുക്ക് പറയാം കേട്ടോ. ഗോ ആൻഡ് ബാക്ക് സൂൺ ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, പോയിട്ട് പെട്ടെന്ന് വാങ്ങുന്നത് എങ്ങനെയാണ് അപ്പോൾ പറയാ? ഗോ ആൻഡ് ബൈ ഇറ്റ് സൂൺ. ഗോ പോവുക, എന്നിട്ടോ ബൈ വാങ്ങുക, ഇറ്റ് സൂൺ പെട്ടെന്ന്. ഓക്കെ, ഗോ ആൻഡ് ബൈ ഇറ്റ് സൂൺ. ഓക്കെ, ഇനി നീ കുറച്ച് പഞ്ചസാര കൊണ്ടുവരുമോ എന്നിങ്ങനെ നമുക്ക് ചോദിക്കാം. ക്യാൻ യു ബ്രിങ് സം ഷുഗർ. നീ കുറച്ച് പഞ്ചസാര കൊണ്ടുവരുമോ എന്നാണ് കേട്ടോ. ക്യാൻ യു എന്ന് വെച്ചാൽ നീ ചെയ്യോ, നീ പോകുമോ, നീ വിളിക്കുമോ, നീ എടുക്കുമോ ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ ക്യാൻ യു വെച്ചിട്ട് നമുക്ക് ചോദിക്കാവുന്ന കേട്ടോ. ക്യാൻ യു ബ്രിങ് സം ഷുഗർ? ക്യാൻ യു ബൈ സം വെജിറ്റബിൾസ്? നീ കുറച്ച് പച്ചക്കറികൾ വാങ്ങുമോ? ക്യാൻ യു ഗോ ദർ? നീ അവിടെ പോകുമോ എന്ന് വെച്ചാൽ നിനക്ക് അവിടെ പോകാൻ പറ്റുമോ, നിനക്ക് അവിടെ പോകാൻ കഴിയുമോ എന്നർത്ഥത്തിലാണ് നമ്മളിത് ചോദിക്കുന്നത് കേട്ടോ. ക്യാൻ യു കം വിത്ത് മീ? നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ, നീ എൻ്റെ കൂടെ വരുമോ? ഓക്കെ, ക്യാൻ യു കോൾ മീ? നീ എന്നെ വിളിക്കുമോ? ക്യാൻ യു കോൾ മീ? നീ എന്നെ വിളിക്കുമോ? ക്യാൻ യു ഇൻവൈറ്റ് ഹർ? നീ അവളെ ക്ഷണിക്കുമോ എന്ന് വെച്ചാൽ നിനക്ക് അവളെ ക്ഷണിക്കാൻ പറ്റുമോ? ഓക്കെ, ഇങ്ങനെയാണ് മീനിങ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾ 1-2 സെൻറ്റൻസുകൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.